ഹലോ, ഹായ്, നമസ്കാരമുണ്ട്. കണ്ടില്ലേ ഞങ്ങളുടെ ചെണ്ടാമല്ലിപ്പൂവ് കുറച്ച് പൊട്ടിച്ചു കേട്ടോ. ഞങ്ങൾ ഉദ്ഘാടനമൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ നാളെ അത്തല്ലേ, അപ്പം എന്തായാലും പൂവ് പൊട്ടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ വിരിയാണ്ടി നിൽക്കുന്നുണ്ട്. അത് 10 ദിവസമൊക്കെ ആകുമ്പോഴേക്കും വിരിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ അത് ആദ്യമായിട്ടല്ലേ. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോയി നോക്കുമ്പോൾ നല്ല രസമുള്ള സംഭവം കേട്ടോ, കാഴ്ചകളാണ് അവിടെ. പറഞ്ഞാൽ നല്ല മഴക്കാറൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പൂക്കളൊക്കെ മുഴുവൻ വിരിഞ്ഞിട്ടില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊന്ന് പിടിച്ചതാണ്, അപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, കുടുംബശ്രീക്കാരൊക്കെ ഞങ്ങളുടെ കുടുംബശ്രീക്കാരൊക്കെ വന്നു, എല്ലാവരും വന്നു പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ കുറേ കണ്ടമാനം പൊട്ടിച്ചെടുക്കാനെല്ലാം ഇവിടെ അടുത്ത ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് ആദ്യം നമ്മൾ ചോദിച്ചത്. അവർ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും നല്ല വിരിഞ്ഞിട്ടുള്ളത് കുറച്ച് പൊട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എല്ലാവരും കൂടിയിട്ട്. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും തൊട്ടിട്ട് എല്ലാവരും പൊട്ടിക്കാൻ വരും. ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് മാർക്കറ്റിലൊന്നും കൊണ്ടു കൊടുക്കണില്ല. നമ്മൾ വീട്ടാവശ്യങ്ങൾ, വീട്ടിൽ പൂവിടാനുള്ളവർക്ക് അടുത്തടുത്തുള്ള വീട്ടുകളിലേക്കുള്ളവർക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അമ്പലത്തിലേക്ക് വേണിച്ചാൽ കൊടുക്കുക, സ്കൂളിലേക്ക് വേണിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട് വേണമെന്നുള്ളത്. അങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും 10 ദിവസം ആകുമ്പോഴേക്കും മുഴുവൻ വിരിഞ്ഞിട്ട് കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ആദ്യമായിട്ടുള്ളതല്ലേ ഉണ്ടാവുന്നത്. ചെണ്ടാമല്ലി ഇതുവരെ നോക്കിയിട്ടില്ല, പൂവിട്ടിട്ടൊന്നും നമുക്ക് അനുഭവം ഇല്ലല്ലോ. നമ്മൾ ആദ്യമായിട്ടാവുക കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ആകെ 100 വെച്ചിറക്കണ വെച്ചാലും കുറേയൊക്കെ പുഴു തിന്നിട്ടൊക്കെ പോയി. അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പുഴുക്കൾ നല്ല പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ വെള്ളമില്ലാണ്ട് നല്ല ചൂട് കാരണം കൊണ്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം മഴ പിടിച്ചപ്പോൾ പിന്നെ പറയും വേണ്ട, പൂവിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ അതിൽ പൂവിലൊക്കെ ഇപ്പോൾ നല്ല വിരിഞ്ഞ കാരണം നല്ല വിരിഞ്ഞ പൂ, ആദ്യം വിരിഞ്ഞിട്ടുള്ള പൂവൊക്കെ ഇപ്പോൾ നല്ല ഇതായി വിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അപ്പോൾ അതൊക്കെ ഒടിഞ്ഞടങ്ങി. ചെണ്ടമല്ലിക്ക് അധികം തണ്ടിന് ബലമില്ലാത്ത കാരണം കൊണ്ട് ഒടിഞ്ഞു. ഇപ്പം അതൊക്കെ അതിലൊക്കെ വെള്ളം നിന്നിട്ട് നല്ല കനം കൂടിയ കാരണം കൊണ്ട് ഒടിയുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ളൊരു പ്രയാസം. എന്നാലും എല്ലാവരും കൂടി സഹകരിക്കുക കാരണം കൊണ്ട് നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റിയിട്ടോ നമുക്കത്. ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒക്കെ നന്നായിട്ട് പൂ വിരിഞ്ഞ് കിട്ടിയാൽ മതി. മഞ്ഞ കുറച്ച് കുറവാണ് കേട്ടോ, പക്ഷേ ഓറഞ്ചാണ് നല്ല ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണ്ടിയും കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ കുറച്ച് കൊടുത്തിട്ട് ഓറഞ്ച് കൂട്ടി കൊടുക്കാനൊക്കെയാണ് വിചാരിക്കുന്നത്. ഇനി ആൾക്കാരൊക്കെ വന്നാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എന്ന് അത്തല്ലേ, അപ്പോൾ എല്ലായിടത്തിലും കടകളിലൊക്കെ എങ്ങനെയാണ് ഓരോ കിറ്റിന് വില വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇന്ന് തൊട്ടിട്ട് എന്തായാലും പൂ പൊട്ടിക്കണതൊക്കെ ഞാൻ ഓരോ ദിവസത്തേൽ വീഡിയോയിലായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ ഞങ്ങളുടെ ചെണ്ടമല്ലിപ്പൂവ്. കാണുന്നുണ്ടാവും ഓരോ സ്ഥലത്തുള്ള എല്ലാവരും ചെണ്ടമല്ലിപ്പൂ വയ്ക്കും. കുടുംബശ്രീ വക ഇപ്പോൾ എല്ലാവർക്കും തൈകളൊക്കെ കൊടുത്തിട്ട് എല്ലായിടത്തേലും വെക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണിച്ചു തരിക. കുറച്ച് പയറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഓരോരുത്തർക്ക് പൊട്ടിക്കാൻ ഓരോ കൂട്ടാനിലേക്കുള്ളത് അങ്ങനെ ദിവസേന കിട്ടും എന്തായാലും. അങ്ങനെ അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആ മുകളിൽ ലൈക്ക് ഒന്ന് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, അത്ര തന്നെ. പിന്നെ ഞാൻ ദിവസേന എന്തായാലും ഇനിയിപ്പോൾ ചെണ്ടാമല്ലിയുടെ എന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ പൊട്ടിക്കണ ചെണ്ടാമല്ലിയുടെ നിങ്ങൾക്കും കൂടിയും കാണാമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് അവർക്ക് ഒരു 10-50 ചെണ്ടാമല്ലി വെച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂവ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കേട് ആയിട്ടില്ലെങ്കിൽ കേട്ടോ. കേടായി കിട്ടിയ പ്രയാസമാണ്, നല്ല ബുദ്ധിമുട്ടാട്ടോ. അതിൻ്റെ മുകളിൽ മരുന്ന് കളിക്കാനും പൊട്ടിച്ച് കളയാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇത് പൂവുണ്ടായി തുടങ്ങി നല്ല തിക്കനെ പൂവുണ്ടാവുക കാരണം കൊണ്ട് നമുക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷമാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇത് തോന്നും. പിന്നെ പയറ് ഈ ചെറിയ ചെറിയ കുറ്റിച്ചൂരാൻ പയർ പോലത്തെ പയറാട്ടോ, വലിയ പയറോളൊന്നുമല്ല, ചെറിയ പയറാവുക കാരണം കൊണ്ട് ഒരു കൂട്ടർക്കൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും കൂടി ഒന്നിച്ച് പയറുപ്പേരി വെക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. എന്തായാലും 10 ദിവസം ഉണ്ടല്ലോ, 10 ദിവസം എന്തായാലും എല്ലാവരും വരാണ്ടിരിക്കില്ലേ പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ മുട്ടായിട്ട് ഇങ്ങനെ വിരിയാറായിട്ട് കുറച്ച് ചെണ്ടാമല്ലി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ അപ്പോഴേക്കെങ്കിലും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാത്തത് പിന്നെ നല്ല വിരിഞ്ഞത് കാരണം കൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഒട്ട് വിരിയാണ്ട് അതല്ല, എന്നാലും ഉള്ളത് നല്ല കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കുടുംബശ്രീക്കാരൊക്കെ പറയും ചെയ്തു കേട്ടോ, നമുക്ക് അടുത്ത പ്രാവശ്യം ഈ പറമ്പ് മൊത്തം വെക്കണം എന്നുള്ളത്. നല്ല രസമുണ്ട്, ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് വെക്കാം, അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നും കൂടി
ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ആദ്യം തന്നെ അതിനുള്ള ഇത് ചെയ്യണം നമ്മൾ. അപ്പൊ പിന്നെ പൂവൊക്കെ നല്ല കേടുകൂടാണ്ട് കിട്ടും. പുഴു വരണതിന്റെ മുന്നേ നമ്മൾ തളിച്ചെടുക്കുകയൊക്കെ വേണം, മരുന്ന് തളിക്കണേ പുഴുവിന്. അങ്ങനെയൊക്കെ കുറച്ചായാലാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിയുള്ളൂ. ഇതിപ്പോൾ അറിയാത്ത പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. ഓരോരുത്തരോട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിറക്കണത്. അതുകൊണ്ടാണ് കുറച്ച് വെച്ചത്. നമ്മുടെ പഞ്ചായത്തിൽ 1000 തയ്യും 500 തയ്യും 750 വെച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും മതി, ഇച്ചിരി തുടക്കല്ലേ വരണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചത്. പക്ഷെ അത് നന്നായിട്ട് ഉണ്ടായി എന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ കേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും അറിയണ്ടല്ലോ. എന്തായാലും ചുവപ്പ് പൂവാണ് നല്ലതായിട്ട് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇന്നലെ എല്ലാവരും കാണാൻ വന്ന കാരണം കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ടുണ്ട്, എത്ര കുറച്ചേ ഉള്ളൂ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പയർ കുറച്ച് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിങ്ങനെ ഓരോരുത്തരായിട്ട് പൊട്ടിച്ചിട്ട് കൊണ്ടുപോവാണ് അങ്ങനെ. അപ്പോൾ ഇന്ന് കൊണ്ടുപോകണത് പുഷ്പേച്ചിയാണ് കേട്ടോ. പുഷ്പേച്ചി അതൊക്കെ പൊട്ടിച്ചിട്ട് നേരേക്കിട്ട് കവറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ഇലയൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് മുപ്പത്തേര് അതിലാക്കിയിട്ട് കൈ പിടിക്കുകയാണ്. അപ്പോൾ ഒരു ഉപ്പേരിക്കുള്ള പയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കി കണ്ടോക്കൂ. അപ്പോൾ അങ്ങനെ അതാണ് പയറിൻ്റെ അവസ്ഥകൾ കേട്ടോ. അപ്പോൾ ചെണ്ടമല്ലി കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും. ഇനി പൂക്കൾ മേടിച്ചാൽ മതി ആൾക്കാർ. അങ്ങനെ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആകെ ചീഞ്ഞ് പോവും. വെള്ളം നിറഞ്ഞിട്ട് മഴയുള്ളതല്ലേ, ചീഞ്ഞ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇന്ന് തൊട്ടിട്ട്, നാളെ അത്താണല്ലോ, ഇപ്പോൾ ഇത് അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത് പിന്നെ കണക്കൊന്നും നോക്കാണ്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പം അങ്ങനെ നല്ല വൃത്തിയുള്ള പൂവുകളൊക്കെ കൊടുക്കണമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. നാളെ തൊട്ട് പൊട്ടിക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും കാണിച്ചു തരുകയും ചെയ്യേണ്ടത്. ഞങ്ങളുടെ ചെണ്ടാമല്ലിയുടെ ഞങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളില്ല, അത് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.